Hi friends, welcome back to Sherus Feast. ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടർ ആയാലോ, ഇൻഡോചൈനീസ് ഡ്രാഗൺ ചിക്കൻ. ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും റെഡി അല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതേപോലത്തെ ഒരു തിന്ന് ബോൺലെസ് പീസാണ് വേണ്ടത്. അത് നീളത്തിൽ നല്ല തിന്നായിട്ട് ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കാം. ഇതൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. ഭയങ്കര ടേസ്റ്റിലൊരു ഇത് ട്രൈ ചെയ്യണം. ഇതിങ്ങനെ നീളത്തിൽ ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്ത് വെക്കാം. ഉമ്മ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ട് നല്ല ഇതേ ഷേപ്പിൽ. ഇനി നമുക്ക് മാരിനേഷൻ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പും, 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും ഇട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, പെപ്പർ പൗഡർ, 1 മുട്ട, കുറച്ച് വെള്ളം. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, പെപ്പറും ബേക്കിംഗ് പൗഡറും ഉപ്പും പിന്നെ 1 മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബാറ്റർ ആകുന്നവരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇതവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ഇട്ടാൽ മതി, അല്ലാണ്ട് കോട്ടിംഗ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് ഒന്നിച്ച് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് കുറച്ച് ഇട്ടുകൊണ്ട് ഇത് ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഉമ്മാൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലും ഉമ്മാൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ക്യാപ്സിക്കം വേണം, യെല്ലോ ക്യാപ്സിക്കം വേണം, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം. ഇത് ഏതെങ്കിലും ഒന്ന് മതി, നല്ല കളർഫുൾ ആയിരിക്കും എല്ലാം ഉണ്ടെങ്കിൽ. ഇനി കുറച്ച് ഒനിയൻ, കുറച്ച് ഡ്രൈഡ് ചില്ലീസ്, ഇനി കുറച്ച് ഗാർലിക്ക് ചോപ്പായി അരിഞ്ഞത്. ഇനി പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സ് വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് സോയാ സോസും, പിന്നെ കുറച്ച് ചില്ലി സോസും. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ളു എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ചെറുതാക്കി മുറിച്ചിട്ട്.
അടുത്തതായി പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നട്ട്സ് ഫ്രൈ ചെയ്ത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി, അധികം ഫ്രൈ ആവണ്ട. അതുവരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഉമ്മ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ ഈ ഒരു കളറായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും കൂടി ഇട്ടാൽ നല്ല രസമാണ്. അടുത്തതായി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എന്തെങ്കിലും പച്ചച്ചവ മാറുന്ന വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഇതും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈഡ് ചില്ലീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഇങ്ങനെ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസെല്ലാം ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കുക, കുറവാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലാതെ സോസെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കളർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്റ്റാർട്ടറാണ്. ഇതാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും സെർവ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.